ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. അപ്പം പൊറോട്ടൻ്റെ കൂടെ ഉണ്ടാക്കിയ കറീൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. പൊറോട്ടൻ്റെ കൂടെ അല്ലാണ്ട് നമുക്ക് ഈ ഒരു കറി എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മുടെ വെറുംചോറിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. പൊറോട്ടൻ്റെ കൂടെയാണെങ്കിൽ അടിപൊളി എന്ന് പറയാനില്ല, സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു പൊറോട്ടൻ്റെ കൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ട് വരുന്ന പൊറോട്ടൻ്റെ കൂടെ ഈ ഒരു കറി അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പിന്നെ ചിക്കൻ കറി തന്നെയാണ് ഒരുപാട് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ചിക്കൻ കറി തന്നെ ഞാൻ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളത് ഒരു തവണ കാണിച്ചതിൻ്റെ ആ ഒരു വേരിയേഷനാണ് ഈ ഒരു കറി. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു 3 സവാള ഇതേപോലെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞാലും മതി, സ്ലൈസ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ ഈവൻലി എല്ലാം ഒരേ സൈസിൽ കിട്ടുമല്ലോ. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഒരു 3/4 കിലോൻ്റെ അടുത്തോളം ചിക്കൻ ഉണ്ടാവും. എല്ലാം കൊട്ടോട് കൂടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള കറിക്ക് എന്ന സൈസിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. പൊരിക്കുകയൊന്നും ചെയ്യുന്നില്ല, അല്ലാണ്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ഒരു ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായി പിടിച്ച് വരട്ടെ. കൈകൊണ്ട് തന്നെ ഈ ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയല്ല, ഞാൻ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ കുരുമുളക് വാങ്ങിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഭയങ്കര ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കൂല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. കറിയിലായാലും പിന്നെ ബുൾസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഗ്രേവി ആവുന്നത് വരെയും ഇതങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, ഫ്രീസറിൽ വെച്ചാലും മതി. ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഗ്യാസ് ഓണാക്കിയിട്ട് ചട്ടി ചൂടാകാനായിട്ട് വെക്കാം. ഇപ്പോൾ ചട്ടി നന്നായി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം ഒന്ന് നന്നായി സോഫ്റ്റ് ആവാനായിട്ട്, ഒന്ന് മോയ്സ്റ്റൊക്കെ പുറത്ത് വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി അതിൻ്റെ ആ ഒരു സൈസും ക്വാണ്ടിറ്റിയും ഒക്കെ കുറയും നന്നായിട്ട് വഴന്ന് വന്നാൽ. അതുവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഇപ്പം ഒരു മീഡിയം ഹൈ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതല്ല, ഒരു 3-4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്നങ്ങ് അരിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാലും മതി. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് നന്നായി വഴന്ന് ഈ ഒരു തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായിട്ട് ഉടനെ നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടണം. അതുവരെ വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആവും. ഇനിയിപ്പം ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി വരും. ഈ തക്കാളിയിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു ഈർപ്പമൊക്കെ ഇറങ്ങി വരും അടച്ച് വെക്കുമ്പോൾ. എന്നിട്ട് മൂടി തുറന്നിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ കണ്ടോ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കുഴഞ്ഞു വന്നപ്പോൾ കണ്ടോ, നേരത്തെ നമ്മൾ ചേർത്ത പാടുള്ള ആ ഒരു ക്വാണ്ടിറ്റി അല്ല, നന്നായിട്ട് കുഴഞ്ഞിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അധികം നന്നായി വഴറ്റിയെടുത്തിട്ട് ഗ്രേവി ആക്കിയെടുക്കുമ്പം ഈ ഒരു കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ലേ, അല്ലാണ്ട് തന്നെ അരച്ചെടുത്തതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മളെ സെയിം ആ ഒരു ചട്ടി തന്നെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നേരത്തെ അത്ര കാര്യം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട്
നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ നെയ്യിലിട്ട് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പേസ്റ്റ് ഇനി നന്നായി നെയ്യിൽ വഴന്ന് എന്താ പറയുക, നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഫ്ലെയിം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കണം. നന്നായി ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ബാക്കിയുള്ള ആ മിക്സി കഴുകിയിട്ട് ഒരു 1.5 ഗ്ലാസോളം വെള്ളം കൂടെ അവിടെ മാറ്റി വെക്കണം. നമുക്ക് ചിക്കനിൽ വേവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി അവിടെ വെക്കണേ. ഇങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം അത് പിന്നെ ഒന്ന് അരച്ചിട്ടൊരു ഗ്രേവി ആക്കി എടുക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. പിന്നെ ഈ ഒരു ഗ്രേവിയിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചേർക്കണ്ട. ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പം കുറച്ചൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഇട്ട് പൊടികളൊക്കെ നന്നായി മിക്സാക്കി എടുക്കാം. ഈ ഒരു ഗ്രേവിയിൽ ആ പൊടികളൊക്കെ ഒന്ന് നന്നായി പിടിച്ച് ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു കളറായി വരും. നെയ്യൊക്കെ കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്ലെയിം എന്തായാലും മീഡിയം ലോ ആക്കിയിട്ടാണ് ഇനി വെക്കേണ്ടത്. എന്നിട്ട് നന്നായി ഒന്ന് എന്താ പറയുക, ആ ഒരു ഗ്രേവി ഒന്ന് നന്നായി തിക്കായി വരുന്നു എന്ന് കാണുമ്പം അതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കനിൽ ആ ഒരു മസാലയൊക്കെ പിടിച്ച് ആ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം നന്നായിട്ടൊന്നങ്ങ് ഈ ഒരു ഗ്രേവിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ നന്നായി എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സാക്കിയിട്ട് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പം അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് അടച്ച് വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാനിപ്പം മിക്സി കഴുകി ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതൊരു 1.5 മാക്സിമം ഒരു 2 ഗ്ലാസോളം ഉണ്ടാവും. ചിക്കൻ വേവുന്നതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ചിക്കൻ വേവുന്നതിനായിട്ടുള്ള സമയം നോക്കിയിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ചിക്കൻ വേവുന്ന കണക്കിനുള്ള വെള്ളം നമ്മൾ ഇപ്പോഴേ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പം ചിക്കൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് എന്താ പറയുക, ചിക്കൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഞാനിപ്പം തേങ്ങാപ്പൊടിയാണ് എടുത്തത്. അതൊരു 1/2 കപ്പ് തേങ്ങാപ്പൊടി എടുത്തിട്ട് ബാക്കി കുറച്ച് ചൂടുവെള്ളം ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. ഇനിയിപ്പോൾ തേങ്ങ ചിരവിയതിൽ നിന്ന് പാലെടുക്കുന്നതാണെങ്കിൽ അരമുറി തേങ്ങയിൽ നിന്ന് പകുതി എടുത്തിട്ട് അതിൽ 1 ഗ്ലാസ് വെള്ളം കൊണ്ട് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഒരു കട്ടിയായിട്ടുള്ള പാല് തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1-ാം പാല് 2-ാം പാല് എന്നുള്ള ആ ഒരു കണക്കില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് എന്തായാലും ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചാറ് നന്നായിട്ടൊന്ന് കുറുകി നല്ലൊരു തിക്കായിട്ട് വരും, നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില ഒക്കെ ഒന്ന് അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇതാ നല്ല അടിപൊളി കളറായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കാശ്മീരി റെഡ് ചില്ലി ചേർത്തതുകൊണ്ട് സമയം കഴിയുമ്പം അതിൻ്റെ ആ ഒരു കളറും നന്നായിട്ട് മാറി വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ല കളറാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അത്യാവശ്യം നല്ലൊരു സ്പൈസി, എന്നാൽ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ്, ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പം സൂപ്പറായി. പിന്നെ ഈ ഒരു പൊറോട്ടൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറി. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. എന്താ പറയുക, എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറേ ആൾക്കാർ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഉണ്ടാക്കണം, എന്തായാലും ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഈ ഒരു പൊറോട്ട, അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ കറിയും.
അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈമൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.